നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ഈ വീഡിയോ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. ഇത് നമ്മളുടെ പൂർവജന്മ കർമ്മങ്ങളെ പറ്റിയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും അതിന് കാരണമായ എൻ്റെ ഗുരുവിനെ പറ്റിയും ഗുരു മന്ത്രങ്ങളെ പറ്റിയും ഉപദേശ മന്ത്രങ്ങളെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ വീഡിയോ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് കാണാനായിട്ട് പ്രപഞ്ചം ഇടതരും. അല്ലാതെയുള്ളവർക്ക് ഈ വീഡിയോ കാണുവാനും നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ടും സാധിക്കുകയില്ല. ഇത് എൻ്റെ ജീവചരിത്രത്തിൽ ഉള്ള ഒരു അധ്യായമാണ്. അതുകൊണ്ട് താല്പര്യമില്ലാത്ത ആളുകൾ ഇത് കാണാണ്ടിരിക്കുക. പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന ഞാൻ ഉറപ്പായും എൻ്റെ പാസ്റ്റ് ലൈഫ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ എന്നെപ്പറ്റി ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ പേര് അനൂപ് ചന്ദ്ര ഘോഷ് എന്ന് എൻ്റെ പിതാവ് എനിക്ക് പേര് നൽകി. വളരെ പാരമ്പര്യമായ രീതിയിൽ പൂജാ മന്ത്രങ്ങൾ, തന്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, കച്ചേരി, സംഗീതം ഇതുമായൊക്കെ വളരെയേറെ പേരും പ്രശസ്തിയുമുള്ള ഒരു വംശമാണ് എൻ്റെ വംശം. എൻ്റെ അച്ഛൻ്റെ വംശം ജ്യോതിഷത്തിലും വൈദ്യത്തിലും സംഗീതത്തിലും വളരെയേറെ പേര് കേട്ട വംശമാണ്. എൻ്റെ മാതാവിൻ്റെ വംശം വൈദ്യ ചികിത്സകളിലും ജ്യോതിഷത്തിലും ഒക്കെ വളരെ പേര് കേട്ട കുടുംബമാണ് എൻ്റെ മാതൃവംശം. എൻ്റെ പിതൃവംശത്തിലുള്ള പൂർവികർ രാജകാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ ജ്യോതിഷ ഉപദേശകന്മാരായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ പൂർവ്വ പരമ്പരയിൽപ്പെട്ടവർ. എൻ്റെ ചെറുപ്പകാലം മുതൽ, അതായത് വളരെ ബാല്യകാലം മുതൽ, ഏതാണ്ടൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ, എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടം മുതൽ ഞാൻ അസ്ട്രോളജി, പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിതാവ് എന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കാലഘട്ടത്തിൽ നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. സംസ്കൃതം, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ, ബോറടിക്കുന്ന പ്രമാണങ്ങൾ, ഇതൊക്കെ അച്ഛൻ നിർബന്ധിച്ച് എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതും എങ്ങനെയാ, ഇന്ന് എഴുതി തന്നാൽ നാളെ അത് പഠിച്ച് കേൾപ്പിക്കണം. പഠിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ദണ്ഡനം ഉണ്ടാവും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അച്ഛൻ എൻ്റെ ശിരസിലോട്ട്, എൻ്റെ ബുദ്ധിയിലേക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി തന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുനാള് മുതൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ജ്യോതിഷമാണ്, മന്ത്രങ്ങളാണ്, പൂജാപരമായ കാര്യങ്ങളാണ്, ദൈവികമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ്. ഇതൊക്കെയാണ് എൻ്റെ ബാല്യം മുതൽ ഞാൻ കണ്ടും കേട്ടും വളർന്നത്.
ജീവിതത്തിൽ സ്കൂൾ പഠന കർമ്മകാര്യങ്ങൾക്ക് ശേഷം ഉപരിപഠനത്തിനായി ദേവപ്രശ്നം അഗാധമായി പഠിക്കുന്നതിന് വേണ്ടി മറ്റു ഗുരുക്കന്മാരുടെയൊക്കെ പോവുകയുണ്ടായി. അതും പിതാവിൻ്റെ നിർബന്ധപ്രകാരം. അങ്ങനെ കോട്ടയത്ത് വേളൂർ എന്ന സ്ഥലത്ത് നമ്മളുടെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ 3-4 വർഷം കൂടെ നടന്ന് പഠിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ദേവപ്രശ്നം പോലെയുള്ള വലിയ വിഷയങ്ങൾ കൂടെ കൈകാര്യം ചെയ്യാനും അത് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒരുപാട് അറിവുള്ള ആളുകളുടെ കൂടെ അവർ പറയുന്നത് കേൾക്കാനും എഴുതിയെടുക്കുവാനും സംവദിക്കുവാനും ഒക്കെ എൻ്റെ ചെറുപ്പകാലം മുതലേ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തൊക്കെയോ ഒരു അപൂർണത നമുക്കുണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, എന്നാൽ എന്തൊക്കെയോ ചില പോരായ്മകൾ. അങ്ങനെ ഒരുപാട് പൂജ, ക്ഷേത്രങ്ങൾ, ജ്യോതിഷം വേദികൾ, ഇങ്ങനെയുള്ള വേദികളൊക്കെ തന്നെയും വലുതും ചെറുതുമായ രീതിയിലൊക്കെ കടന്ന് വന്ന് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാന്ത്രിക വിദ്യ പഠിക്കണം എന്നുള്ള ചില മോഹവുമായിട്ട് മന്ത്രവാദം പഠിക്കാൻ വേണ്ടി പാലക്കാട് ഒരു ഇല്ലത്ത് പോവുകയുണ്ടായി. അങ്ങനെ കുറച്ച് നാൾ അവിടെ നിന്ന് കുറേ വിദ്യ, മന്ത്രവാദത്തിൻ്റെ കുറേ കാര്യങ്ങൾ, ഒടിവിദ്യ പോലെയുള്ള ക്രിയാപദ്ധതികൾ, മന്ത്രവാദങ്ങളും സത്മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേയും സ്വാഭാവികമായ രീതിയിൽ ചില സിദ്ധി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അനുഭവവേദ്യമാകാനായിട്ട് തുടങ്ങി. കാരണം ഉപാസനാ പദ്ധതി, ഗുരു ഉപദേശിച്ചെന്ന ജപരീതികൾ, ഗുരു തൊട്ട് പ്രത്യക്ഷമാക്കി തന്ന മൂർത്തി ചൈതന്യങ്ങൾ, കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ, അപ്പൊ ഇതിൻ്റെതൊക്കെ ഒരു പ്രസരിപ്പ് നമ്മളിൽ ഉണ്ടായി. അങ്ങനെ പറ്റുന്നതും പറ്റാത്തതുമായിട്ടൊക്കെയുള്ള ഒരുപാട് അന്നത്തെ ചോരത്തിളപ്പിൽ സാധിക്കേണ്ടതും സാധിക്കേണ്ടാത്തതുമായ പല കാര്യങ്ങളും ഒക്കെ ചെയ്യുകയുണ്ടായി. ഒരു പരീക്ഷണം എന്ന പോലെ ഇതിനൊക്കെ ഫലിക്കുവോ ഇല്ലയോ എന്നൊക്കെ അറിയുക എന്ന് വേണ്ടി തന്നെ ചെയ്തു നോക്കുകയുണ്ടായിട്ടുണ്ട്. പാടുള്ളതും പാടില്ലാത്തതുമായ മന്ത്രങ്ങളെ പ്രയോഗിച്ചിട്ടൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇതിലൊന്നും ഒരു തൃപ്തിയില്ലാണ്ട് എല്ലാത്തിനും ഒരു പോരായ്മ. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരുവന്റെ പ്രശ്നത്തെ, നമ്മുടെയൊക്കെ ഒരുപാട് ആളുകൾ അവരവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടായി വരുന്നത്, അവരുടെ സങ്കടങ്ങൾ, കണ്ണുനീര്, അവരുടെ പ്രാരാബ്ധങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ ഒരു ജ്യോതിഷന്റെ അടുക്കൽ നമ്മൾ നോക്കി പറയണം, ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചില പൂജകൾ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ അർച്ചനകള്, പുഷ്പാഞ്ജലികള്, ക്ഷേത്ര ദർശനങ്ങള്, വഴിപാടുകളൊക്കെ ഉപദേശിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഫലിക്കും, കുറെ കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല. അപ്പൊ ഇതെന്താണ് ഇതിനുള്ള എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്താ? എന്നെ കാണാൻ വരുന്നവരുടെ ദുരിതങ്ങളെ സെക്കൻഡ് കൊണ്ട് നീങ്ങണം. ഞാനൊന്ന് സ്പർശിച്ചാൽ, ഞാനൊന്ന് തലയിൽ കൈവച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി പോകണം. ഇതേ തലത്തിലേക്ക് ഞാൻ എത്തണം എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ആർജിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗുരുക്കന്മാരുടെ ഒക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്താണെന്നും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ദോഷകർമ്മങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക.
അങ്ങനെ ഒരുപാട് അറിവുള്ള നല്ല ഗുരുക്കന്മാരുടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പോരായ്മകൾ, എന്നിലെ അഹന്ത, എൻ്റെ കുറവുകൾ, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തിരുത്തി തരികയും കൂടെ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ അതിൽ നിന്നും മാറാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പൊ അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. അപ്പൊ ഒരുവന്റെ ശിരസിൽ ഞാൻ കൈവച്ചാൽ ആ വ്യക്തിയുടെ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ള ഈ കഠിനമായ ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് പുണ്യസങ്കേതങ്ങളിൽ ദീക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ എത്തിയത് തിരുവണ്ണാമല രമണ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അങ്ങനെ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ അരുണാചലേശ്വരനെ കണ്ടു തൊഴുത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ധ്യാനത്തിലിരുന്ന് അവിടെ നിന്നും മലയുടെ മുകളിലേക്ക് കയറി ഒരു ഗുഹയിൽ ജപം, തപം, ധ്യാനം ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളൊക്കെ കഴിച്ചു വരിക. എന്താ ഒരേ ഒരു ലക്ഷ്യം? സിദ്ധി ആർജിക്കണം, മന്ത്രശക്തി ആർജിക്കണം. എന്താ? എന്നെ കാണാൻ വരുന്ന അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ ദുഃഖവുമായി വരുന്ന ഒരു വ്യക്തിയുടെ ദുരിതത്തെ പരിഹരിക്കാൻ എനിക്ക് സാധിക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ അവിടുത്തെ ആ ഗുഹയിൽ ജപം, തപം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ആ മല ഇറങ്ങുന്ന അവസരത്തിങ്കൽ അപ്പോൾ അവിടെ ഒരുപാട് വിദേശികൾ വരും. ഒരുപാട് വിദേശികളായിരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്രഞ്ച് ഒരു ലേഡി, വളരെ പ്രായമുണ്ട്, അവരവിടെ വിശ്രമിക്കുന്ന അവസരത്തെങ്കിൽ ഞങ്ങളും അവിടെ വന്ന് വിശ്രമിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. അപ്പം എൻ്റെ രൂപവും നെറ്റിയിലെ കുറിയും അല്ലെങ്കിൽ താടിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഈ വ്യക്തിക്കൊരു ഒരു സ്പിരിച്വൽ ലുക്ക്. അപ്പോൾ ഞങ്ങളോടൊരു ഹായ് പറഞ്ഞു, ഞങ്ങളോട് തിരക്കി. അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലാണ് അവർ പറയുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ അവരോട് തിരിച്ച് നമ്മൾ മറുപടി പറഞ്ഞു. ഇംഗ്ലീഷിൽ നമുക്ക് വളരെയേറെ പരിജ്ഞാനം കുറവാണ്. അതുകൊണ്ട് അറിയാവുന്ന പോലെ അവരോട് തിരിച്ച് സംസാരിച്ചു. അപ്പോൾ പരിചയം ഒക്കെ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്വയം പരിചയപ്പെടുത്തി. നമ്മൾ ഇന്നവിടെയുള്ള സ്ഥലത്താണ്, കേരളത്തിൽ നിന്നാണ് വരുന്നത്, അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അസ്ട്രോളജി എന്ന് കേട്ടാൽ അവർക്കൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ജനനസമയമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അവരുടെ ഹോറോസ്കോപ്പ് നമ്മളെടുത്തിട്ട് നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ അറിയാവുന്നത് പോലെ അവരുടെ ഫലങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ അത്ഭുതമായിപ്പോയി അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. അവരെത്ര വിവാഹം കഴിച്ചു എന്നും അവരുടെ പിതാവ് എത്ര വിവാഹം കഴിച്ചു എന്നും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്ര മരങ്ങളുണ്ട് എന്നൊക്കെ ഒരു കൗതുകം, കുറച്ച് ഇതായ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വളരെ ഒരു ഇൻട്രസ്റ്റഡ് ആയി. അപ്പൊ ഇതൊക്കെ പറയുന്ന കേട്ടപ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ എൻ്റെ ചുറ്റിനും ഇങ്ങനെ കൂടി. കുറച്ച് ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ തമിഴിലുള്ള ആൾക്കാർ, അവിടെയുള്ള ആളുകളും കുറച്ച് സായിപ്പന്മാരും മതാന്മാരും ഒക്കെ നമ്മുടെ കൂടെ വന്നു കൂടി. കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഒരു നല്ല സുന്ദരനായ ഒരാള്, ആ ആള് ഇതെല്ലാം കേട്ടുകൊണ്ട് മാറി ഒരു എന്തുവാ പറയുന്നത്, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തെ ഒരു പ്രാവശ്യം കണ്ടു. പിന്നെ ഞാൻ അവരോട് സംസാരിക്കുന്ന വേള പിന്നെയും നോക്കി. അദ്ദേഹം വളരെ ഒരു ഇതായ രീതിയിൽ എന്നെ ഇങ്ങനെ, അദ്ദേഹത്തിന്റെ കണ്ണ് കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു എനർജി സ്പ്ലെഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
അദ്ദേഹത്തിന്റെ നോട്ടത്തിലൂടെ. ചെറുപ്പക്കാരനാണ്, നല്ല തേജസ് ഉണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് പിന്നെയും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്നിലേക്ക് എന്തോ ഒരു കാര്യം പാസ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു മന്ത്രമാണ്. ഞാൻ ആ ഗുഹയിൽ പോയിരുന്നപ്പോൾ ഞാൻ കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ഒരു ഗുരു എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമാകുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണമായ ഒരു വ്യക്തി, ആ ആളുടെ മുഖം, ശരീരം ഒക്കെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ആള് എന്നിലേക്ക് പാസ് ചെയ്യുന്ന ഈ എനർജി ഒരു മന്ത്രമായിട്ടാണ് എനിക്ക് ഉള്ളിലിങ്ങനെ തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു മന്ത്രം, ആ ഗുരുവിൻ്റെ പേര് മാത്രം എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നങ്ങ് പോയി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇവരുടെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ഒന്ന് ഡിന്നർ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ പോകണ്ടാണെന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായിരുന്നു. പക്ഷെ പോരുന്ന സമയത്തിലൊക്കെ തന്നെയും എനിക്ക് ആ സമയത്തുണ്ടായ ഒരു മന്ത്രം, അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മല താഴെ ഇറങ്ങിയപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വരെ എൻ്റെ ഉള്ളിൽ ഈ മന്ത്രം ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ബസ് കയറി ചെന്നൈയിൽ വന്ന് അവിടുന്ന് ട്രെയിൻ കയറി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വന്നതിന് ശേഷം ലൈഫിൽ ഇതുവരെയും ഇല്ലാത്ത കുറെ സ്ട്രഗിള്, പ്രോബ്ലംസുകൾ, തൊഴിൽ മേഖലയിൽ വളരെയേറെ ഡൗൺ ആയി വരുന്ന അനുഭവങ്ങൾ, മൊത്തത്തിലൊരു ഹാങ് ആകുന്ന പോലുള്ളൊരു അനുഭവം. അപ്പോഴും ജപിക്കാനിരിക്കുമ്പോൾ ഞാൻ ആ ഗുഹയിലിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു രൂപമുണ്ട്. ആ രൂപവും മനസ്സിൽ അലയടിക്കുന്ന ഒരു മന്ത്രവും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഉപാസനയുള്ള ആളാണ്. നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന മന്ത്രങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന മൂർത്തിയുടെ മന്ത്രം, കുലദേവതയുടെ മന്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ നിത്യവും ജപിക്കുക, നിത്യ അനുഷ്ഠാനങ്ങളുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഗായത്രി മന്ത്രങ്ങൾ, നാരായണൻ, മഹാദേവൻ, നമ്മുടെ ഉപാസനാ മന്ത്രങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജപിക്കുന്നത്. പക്ഷെ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഗുരുവിൻ്റെ മുഖവും ഈ മന്ത്രവും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഉരുവിടുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തെങ്കിൽ ഞാൻ ജപിക്കാൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേര സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉപാസനാ സമയമുണ്ട്. ആ സമയത്ത് ജപിക്കാനിരിക്കുന്ന വേളയിൽ ഞാൻ ഈ മന്ത്രം, എൻ്റെ മനസ്സിൽ അലയടിച്ച ഈ മന്ത്രത്തെ ഒന്ന് പുറത്തേക്ക് ഉരുവിടാനായിട്ട് തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം കർത്തവാവാണ്. അന്ന് ഒരു ശിവരാത്രിയും കൂടെയാണ്. ശിവരാത്രി കഴിഞ്ഞിട്ട് കർത്തവാവാണ് അടുത്ത ദിവസങ്ങളിൽ ആണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് ശിവരാത്രിയുടെ അന്ന് അന്നാണ് ഞാൻ ഈ മന്ത്രം ഉരുവിടുന്നത്. മനസ്സിലെ ഈ പ്രേരണ കൊണ്ട്. പിറ്റേ ദിവസം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി നമ്മൾ ബലിതർപ്പണാദി കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു, നേരത്തെയും ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ മന്ത്രം ഫസ്റ്റ് ഞാൻ ഉരുവിട്ടതിന് ശേഷം എൻ്റെ ലൈഫിൽ സംഭവിച്ച മാറ്റങ്ങൾ.
അന്ന് വൈകുന്നേരം എന്നെ ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുകയാണ്. അത് അബാക് മീഡിയ എന്ന ചാനലിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയോ അതിനകത്ത് വരാൻ കാരണമായി. ഞാൻ ആ ഗ്രൂപ്പിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, അതിൻ്റെ നടത്തിപ്പുകാരനായ, അദ്ദേഹത്തിൻ്റെ പേര് എന്താണോ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ ഞാൻ ഒരു പ്രാവശ്യം വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തെ വിളിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ജ്യോതിഷി, ഞാൻ ആ ജ്യോതിഷിയുടെ പേര് പറയുന്നില്ല, ആ ജ്യോതിഷി അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ട് ഈ ജ്യോതിഷന്മാരെയൊക്കെ വെല്ലുവിളിക്കുക. അദ്ദേഹം അറിവുള്ള ആളാകാം, അല്ലാണ്ടിരിക്കാം, എന്ത് വേണേ ആകാം. ഈ ചാനലിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ അറിവ് ബഹുത്വമാണ്, ബാക്കിയുള്ളവരുടെ അറിവ് വളരെ ചെറുതാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ചാനലിൽ അദ്ദേഹം ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം അതിനകത്തൊരു പ്രഖ്യാപിച്ചു, 1,00,000 രൂപ തരാം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പറയുന്ന കാര്യം തെറ്റാണ് എന്ന് സമർത്ഥിച്ചാൽ. ഇത് ഞാൻ കണ്ടതല്ല, നമ്മുടെ ഒരു സുഹൃത്ത് നമുക്കിങ്ങനെ അയച്ചു തന്നാണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇത് കാണുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മുടെ എത്രയോ കാലത്തിന് മുമ്പ് നമ്മൾ വിട്ടുകളഞ്ഞ സംഭവങ്ങളാണ്, ഒരു പഠിച്ചു വന്ന വഴിയിലൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ സംഭവങ്ങളാണ് അദ്ദേഹം ഈ വലിയ ഇൻട്രസ്റ്റായ രീതിയിൽ പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതഘട്ട കാലങ്ങളിൽ, അതായത് പഠിച്ചു വന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുകയാണെങ്കിൽ 5-ാം ക്ലാസ്സിൽ നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളാണ്, പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആനയാണെന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് രോഹിത്തിനെ വിളിച്ചു. രോഹിത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ചാനലിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ്, എന്നാണ് ഡേറ്റ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നാണ് ഡേറ്റ് എന്ന് എന്നോട് പറയണമെന്നും നിങ്ങളുടെ ചാനലിലൂടെ ഇത് സംപ്രേഷണം ചെയ്യണമെന്നും അതിന് ഞാൻ റെഡിയാണ് എന്നും ഞാൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അദ്ദേഹം അവരോട് ചോദിച്ചപ്പോഴേക്കും അവരവിടുന്ന് പിന്മാറി. അവർക്ക് വരാനായിട്ട് താല്പര്യം കാണിച്ചില്ല. അപ്പം അദ്ദേഹം മനസ്സിലാക്കി, ഉറപ്പായും അനൂപ് അഗ്നിശർമ്മൻ ആ ചാനലിൽ വന്നാൽ അദ്ദേഹം ഉറപ്പായും പരാജയപ്പെട്ടു പോകും, അതിനൊരു മാറ്റവും വരില്ല. കാരണം 1 മണിക്കൂർ നേരത്തേക്ക് സംസാരിച്ചാൽ തീരാത്ത അത്ര ശാസ്ത്രങ്ങൾ കണ്ടും പഠിച്ചും കേട്ടും വന്ന പാരമ്പര്യത്തിലെ ഒരു അംഗമാണ് ഞാൻ. അതുമാത്രവുമല്ല, പാരമ്പര്യമായ രീതിയിൽ നല്ല അറിവുള്ള ആളുകളുടെ അടുക്കൽ പോയി അവർ പറയുന്ന കാര്യങ്ങളൊക്കെയും കേൾക്കുകയും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കുകയും അവർ തന്ന അറിവുകൾ, പരസ്യവും രഹസ്യവുമായ അറിവുകൾ നമ്മുടെ കൈവശമുണ്ട്. ഒരുപാട് ജ്യോതിഷജ്ഞാനമുള്ള, ഇന്നും അറിയപ്പെടാത്ത ഒരുപാട് പാരമ്പര്യ ജ്യോതിഷന്മാരുള്ള നാടാണ് നമ്മളുടെ കേരളം. പക്ഷെ അവരൊന്നും അറിയപ്പെടാണ്ട് പോകുന്നുണ്ട്. ആ വംശത്തിലും ഇന്ന് നല്ല അറിവുള്ള ആളുകളുണ്ട്, പക്ഷെ എന്തോ അറിയപ്പെടുന്നില്ല അവര്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ നമ്മൾ പോയി പഠിച്ചിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ 2, 3, 4 ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ശ്ലോകങ്ങളും പ്രമാണങ്ങളും പറഞ്ഞ് കൈകാര്യം ചെയ്യുന്ന, ദേവപ്രശ്ന വേദിയിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഈ തുച്ഛമായ വർത്തമാനം പറയുന്ന, അല്ലെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു വ്യക്തിയുടെ
അടുക്കൽ പോയി കഴിഞ്ഞാൽ 10-15 മിനിറ്റ് നേരം അദ്ദേഹം നമ്മളുടെ മുന്നിൽ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകും. അതിനൊരു മാറ്റവും വരില്ല. കാരണം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് ഡെഫിനിഷൻ ഉണ്ടാവണം, നിയമം ഉണ്ടായിരിക്കണം, പ്രമാണം ഉണ്ടായിരിക്കണം. പ്രമാണമില്ലാത്ത കാര്യങ്ങൾ ശാസ്ത്രമറിയുന്ന ജ്യോതിഷികൾ അംഗീകരിക്കത്തില്ല. ഇത് എവിടുന്ന് കിട്ടി, ആര് പറഞ്ഞു, അതിൻ്റെ റൂൾസ് എന്താണ്, ഇത് നിയമം പറയണം. അതിനെയാണ് പ്രമാണങ്ങൾ, അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പൊ എന്തോ അദ്ദേഹം എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് അടുത്ത ദിവസം ആ ഗ്രൂപ്പിനകത്ത് ഒരു വ്യക്തിയുടെ പ്രോബ്ലംസ്, ആ കുട്ടിക്ക് അവർക്കുണ്ടായ ഒരു ഇഷ്യൂസ് അവരതിനകത്ത് പറയുന്നു. എനിക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതിനകത്ത് ഉള്ള കുറച്ച് ആളുകൾ അതിനകത്ത് എന്തൊക്കെയോ പറയുന്നു, കുറച്ച് പരിഹാരങ്ങളൊക്കെ അതൊക്കെ പറയുന്നു. അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു സമയത്ത് ഫോൺ നോക്കിയപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഞാൻ ആടായി കിടക്കുന്നു. അപ്പോൾ ഇന്ന ഒരാൾ ഇങ്ങനൊരു പ്രശ്നം പറയുന്നു. ഞാൻ പെട്ടെന്ന് അതിനകത്ത് കമന്റ് ഇടുന്നു, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എന്താണ്, അവരതിനകത്ത് അതിടുന്നു. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒരു വോയിസ് ആയിട്ട് അതിനകത്ത് റിപ്ലൈ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം അവരുടെ ജീവിതത്തിൽ 100% സത്യമായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു താല്പര്യം തോന്നി. എന്നെ അവർ വിളിക്കാനായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ടും, അത് സത്യമായി വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കുകയും ഞാൻ അവർക്ക് വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ ആ ഗ്രൂപ്പിനകത്ത് തന്നെ ഷെയർ ചെയ്യുകയും, ഞാൻ അങ്ങനെ പതുക്കെ 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 നോർമൽ അവസ്ഥയിൽ നിന്നും ഒരു ഡെവലപ്പ് ആകുന്ന, കുറെ ആൾക്കാർ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞാൻ സ്റ്റാർട്ടാവുകയാണ്. അങ്ങനെ ആ ചാനലിൽ തന്നെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ചാനൽ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. അതിനുശേഷം അലക്സ് അഞ്ജന വ്ളോഗ് എന്ന് പറയുന്ന ഒരു വ്ളോഗിലാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിലൂടെ ഞാൻ ഒരുപാട് ഫേമസ് ആയി. എന്ന് വെച്ചാൽ എന്താണ്, വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ, എനിക്ക് ഒരുപാട് വിദേശത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. എന്നാലും ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാനും ഒക്കെ സാഹചര്യങ്ങളുണ്ടായി. അതിനു മുമ്പും ഞാൻ വിദേശ രാജ്യങ്ങളിൽ പൂജാ കർമ്മ കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഗൾഫില് ഒക്കെ പോകുന്നതാണ്. മലേഷ്യയിലൊക്കെ നമ്മൾ പൂജയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ഞാൻ പിന്നെ അങ്ങ് മാറി. അപ്പോൾ ഒരു നോർമൽ തലത്തിൽ നിന്ന് എന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് എന്നെ എത്തിക്കപ്പെട്ട ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു ഗുരു. ആ മന്ത്രം എനിക്ക് മനസ്സിലായി. ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഈ ഗുരു ആര്? അങ്ങനെ ഞാൻ ഈ മന്ത്രം നിത്യവും ജപിക്കാനായിട്ടും ആ ഗുരുവിനെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഗുരുവിൻ്റെ മന്ത്രവും എൻ്റെ മനസ്സിൽ ആ വ്യക്തി ഇട്ട് തന്ന മന്ത്രവും ഞാൻ നിത്യവും ജപിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇന്ന് കുറച്ചെങ്കിലും ഡെവലപ്പായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന, നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഒക്കെ നമ്മളോട് വിളിച്ച് അഡ്വൈസ് ചോദിക്കാറുണ്ട്. അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിലല്ല, കുറെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറുന്നതിന് വേണ്ടിയിട്ട്.
മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പൂജകൾ കഴിക്കുകയുണ്ടായി. അപ്പൊ ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ ഗുരുവും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്നതായി പിന്നെ എൻ്റെ അന്വേഷണം. അങ്ങനെ ഞാൻ ആ ഗുരുവിനെ തേടി കണ്ടെത്തി. ഈ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഞാൻ ആ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. എൻ്റെ മുജ്ജന്മം, എൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ ആ ഗുരുവിനെ പോയി അഭയം പ്രാപിച്ചതാണ്. ആ ഗുരു എനിക്ക് അന്ന് ഉപദേശിച്ചു തന്ന മന്ത്രം ഇന്ന് എനിക്ക് വെളിവായി കിട്ടി. ആ മന്ത്രത്തെ, ആ ഗുരുവിനെ ഞാൻ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആ ഗുരുവിൻ്റെ ഉപദേശം തരുന്നതിനനുസരിച്ച് ഞാൻ യാത്ര ചെയ്യാനും തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എപ്പോൾ എൻ്റെ സ്റ്റെപ്പ് മാറ്റണം, ഏത് കാലഘട്ടം വരെ ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഒരു ലിങ്ക് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കഥ, അല്ലെങ്കിൽ ഈ ഒരു സത്യം, അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനമാർഗം ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചത്? അതാണ് ഗുരു തരുന്ന നിർദ്ദേശം. ഗുരു ഉച്ചരാശിയിലേക്ക് വന്ന കാലഘട്ടം, നല്ല ഭരണം വന്ന കാലഘട്ടം, രാജ്യം ഭരിക്കുന്നത് നല്ല ഒരാള്, ഇന്ന് കേരളം ഭരിക്കുന്നത് നല്ല ഒരാള്. അപ്പൊ നമ്മുടെ ഭരണമാർഗം രണ്ടും നന്നായി വന്നു. ഞാൻ ഒരിക്കലും രാഷ്ട്രീയം പറയുന്നതാണെന്ന് വിചാരിക്കരുത്. രാഷ്ട്രീയം പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ, ഇന്ന് കേരളം ഭരിക്കുന്നത് വേറൊരാളാണ്, ഇന്ത്യ ഭരിക്കുന്നത് വേറൊരു കാര്യമാണ്. ഇവർ രണ്ടുപേരും വ്യത്യസ്തരാണ്. അവർ രണ്ടുപേരും അനുകൂലികളല്ല. ഞാൻ ഈ രണ്ടുപേർക്കും നല്ലതാ പറഞ്ഞത്. അപ്പോൾ രാജ്യം ഭരിക്കുന്ന ആള് ആരാണ് എന്നും ഇന്ന് കേരളം ഭരിക്കുന്ന ആള് ആരാണ് എന്നും നമുക്ക് ധാരണയുണ്ട്. അപ്പൊ ഇനിയുള്ള കാരണം അതാണ്, വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരുമ്പോൾ നാടിന് നന്മ വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ഭരണാധികാരി അല്ലേ വരുള്ളൂ. അപ്പോൾ നല്ല ഒരു ഭരണം നടക്കും, നമുക്ക് നല്ലത് സംഭവിക്കും. ഇത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ഗുരുവിനെ, അല്ലെങ്കിൽ എൻ്റെ ഈ ഗുരുവിനെ പ്രാർത്ഥിച്ച് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, കോടി അധിപതിയാണ് അംബാനി. അംബാനി പോയി പ്രാർത്ഥിച്ചത് ഈ ഗുരുവിൻ്റെ അടുക്കലാണ്. നമ്മുടെ ഫേസ്ബുക്ക് അതിൻ്റെ ആരംഭകന്, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ മൊബൈല്, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, ഫേസ്ബുക്ക് കണ്ടെത്തിയ അതിൻ്റെ ആരംഭകൻ മാർക്ക് സക്കർബർഗ്, അങ്ങനെ മറ്റുമാണ്. അതുപോലെ തന്നെ ആപ്പിൾ ഫോണിൻ്റെ ഒരു സംരംഭകനുണ്ടല്ലോ, സ്റ്റീവ് ജോബ്. ഇവരൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ എങ്ങനെ വഴി കാണാതെ നിന്ന സമയത്ത് ഈ ഗുരുവിനെ പോയി അഭയം പ്രാപിച്ച്, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം
ആ ഗുരുവിൻ്റെ ഒരു പ്രസാദം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ടവരാണ് ഒരുപാട് ആളുകൾ. നമ്മുടെ വിരാട് കോഹ്ലി, അവരുടെ ഫാമിലി, കുടുംബം, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരുടെ കുടുംബം, അങ്ങനെ ഇന്ന് നല്ല ഹൈ ലെവലിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള മിക്ക ആളുകളും, സെലിബ്രിറ്റീസുകളും ഒക്കെ തന്നെയും ഈ ഗുരുവിനെ ധ്യാനിച്ച്, ഈ ഗുരുവിൻ്റെ മന്ത്രങ്ങൾ ജപിച്ച് ജീവിതം രക്ഷപ്പെട്ടവരാണ്. ആ മന്ത്രത്തെ ഞാൻ അറിഞ്ഞ് ഈ നിലയിലേക്ക് എത്തി അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ തിരുമേനി എന്താ ഇത്ര നാളെ ഞങ്ങൾക്ക് ഇത് പറയാഞ്ഞു തന്നെ? കാരണം എനിക്കതിന് ഉപദേശം കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പോഴാണ് ഗുരു പറഞ്ഞത്, നീ അത് പറഞ്ഞോളൂ, നീ പ്രചരിപ്പിക്കൂ. അപ്പൊ ഇത്ര നാളും ഞാൻ ജപിച്ചു കൂട്ടുകയായിരുന്നു. എന്താ? ആ ഗുരുവിനെ, ആ മന്ത്രത്തെ, ആ വ്യാഴവട്ടം, വ്യാഴമുച്ചത്തിലേക്ക് വന്നപ്പോൾ ആ ഗുരുകർമ്മയിലേക്ക് എത്തിച്ചേരാൻ ഗുരു എനിക്ക് ഉപദേശം തരിക. ഇതുവരെയും ചെയ്ത കർമ്മത്തിൽ നിന്നും ഞാൻ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വെക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കും. ആ മന്ത്രം, ആ ഗുരു, ആ ഗുരുവിൻ്റെ ദീക്ഷ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കർമ്മങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ പ്രാരാബ്ധങ്ങളെ ഒക്കെ കെട്ടഴിച്ച് കളയുന്ന ആ മന്ത്രം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ആ ഗുരുവിൻ്റെ മന്ത്രത്തെ ഞാൻ ഈ ലോകത്ത് പ്രചരിപ്പിക്കും. ആ ഗുരുവിനെ പ്രാർത്ഥിക്കണം. ആ മഹാമന്ത്രം, അതിനപ്പുറം വേറൊരു മന്ത്രമില്ല. ഏറ്റവും ശക്തമായ മന്ത്രം. ഞാൻ ആ മന്ത്രം, ഇത് ഒരു കച്ചവടം എന്ന പോലെ ഞാൻ പറയില്ല, ഞാനത് ഇട്ട് തരില്ല. കാരണം ഒരു മന്ത്രത്തെ നമ്മൾ നല്ലതായിട്ടും പ്രയോഗിക്കാം, ദോഷമായിട്ടും പ്രയോഗിക്കാം. നന്മയുള്ളവർക്ക് മാത്രമേ ഞാൻ ഈ മന്ത്രം കൊടുക്കുകയുള്ളൂ. അഹന്ത ഇല്ലാത്തവർക്കേ ഞാൻ ഈ മന്ത്രം കൊടുക്കുകയുള്ളൂ. ഗുരുത്വമുള്ളവർക്കേ ഞാൻ ഈ മന്ത്രം കൊടുക്കുകയുള്ളൂ. ഭക്തിയുള്ളവർക്കേ ഞാൻ ഈ മന്ത്രം കൊടുക്കുകയുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ രക്ഷപ്പെടണം എന്നുള്ള അതിയായ മോഹമുണ്ടെങ്കിൽ, ഗുരുഭക്തി ഉണ്ടെങ്കിൽ, ഞാൻ ആ മന്ത്രം നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കർമ്മക്കടങ്ങളായി ഈ മന്ത്രം കട്ട് ചെയ്യും. ആ ഗുരുവിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വരണം. ആ മന്ത്രങ്ങൾ ജപിക്കുക. അതിനെന്ത് വേണം? നമ്മളിലേക്ക് വരണം. ആവശ്യമുള്ളവർ വിളിക്കണം. ആ പൂജാ മന്ത്രങ്ങളിൽ പങ്കുചേരണം. ആ ഗുരുവിൻ്റെ ധ്യാനത്തിൽ മുഴുകണം. ഒരു സത്സംഗം ഉണ്ടാകണം, ഒരു കൂട്ടം ഉണ്ടാകണം. ഈ മന്ത്രത്തെ നമ്മൾ ഒന്നിച്ച് ചൊല്ലണം, ഒന്നിച്ച് ജപിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനായിട്ട് നമുക്കൊക്കെയും ഒത്തുകൂടണം. എൻ്റെ ഈ ഗുരു ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ വംശത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ പേരിൻ്റെ അറ്റത്ത് ഉള്ളതുപോലെ തന്നെ ആ ഗുരുവിൻ്റെ പേരിൻ്റെ അറ്റത്തിനുമുണ്ട്. എൻ്റെ ശരിക്കുള്ള പേരിൻ്റെ അറ്റത്തിലുള്ള അതേ നാമധേയമുള്ള, അറിയപ്പെടുന്ന ആ ഒരു ദേശത്ത് തന്നെയാണ് ആ ഗുരുവുമുള്ളത്. ഘോഷ്. എനിക്കെന്താ ഘോഷ് വരാൻ കാരണം? എനിക്കെന്താ ഈ കേരളത്തിൽ ജനിച്ച എനിക്കെന്തിനാ ഘോഷ് വരാൻ കാരണം? എൻ്റെ പേരിന് എന്തിനാ ശർമ്മൻ വരാൻ കാരണം? അഗ്നി ശർമ്മൻ വരാൻ കാരണം? ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്.
വേറെ ഒരു ദേശത്തുള്ള ഗുരു, ആ ഗുരു ഈ ഞാനും തമ്മിൽ എൻ്റെ പേരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം മുജ്ജന്മത്തിൽ ആ ഗുരുവിനെ ഞാൻ പോയി കണ്ടതാണ്. ആ ഗുരുവിൻ്റെ പാദത്തിൽ വീണ് ആ ഗുരു എന്നെ തൊട്ടനുഗ്രഹിച്ച ആളാണ് ഞാൻ, ഈ ആത്മാവ്. അപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര് വന്നോളുക. ഈ മന്ത്രം ആ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് തരാം, ഗുരുവിൻ്റെ വഴി കാണിച്ചു തരാം. ആ ഗുരു പറഞ്ഞെന്ന മഹാമന്ത്രത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആ മന്ത്രം നിങ്ങൾ ജപിക്കൂ, ആ മന്ത്രത്തെ നിങ്ങൾ മുറുകെ പിടിക്കൂ, ജീവിതം മാറും. ഗുരുവാണ് സത്യം. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേണ മാർഗേണ മഹിമഹേശ ഗോ ബ്രാഹ്മണേഭ്യ ശോമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.